അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അയ്യാഷ് സൂക്ഷിക്കണം, ഇതൊരു ഫിത്നയാണ്. താങ്കളെ താങ്കളുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ചതിയിൽ താങ്കൾ വീഴരുത്. അത് കേട്ടപ്പോൾ അയ്യാഷിൻ്റെ മനസ്സ് ഇങ്ങോട്ട് തന്നെ മറിഞ്ഞു. അത് കണ്ടതും അബൂജഹൽ വീണ്ടും ഇടപെട്ടു. അയ്യാഷ്, നിൻ്റെ ഉമ്മ വെയിലത്ത് കിടന്ന് മരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യം അയ്യാഷിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ദയനീയമായി ഉമർ റളിയല്ലാഹുവിനെ നോക്കിക്കൊണ്ട് അയ്യാഷ് പറഞ്ഞു, ഞാൻ വേഗം വീട്ടിലൊന്ന് പോയി വരാം, ഒപ്പം എൻ്റെ കുറച്ച് പണമുണ്ട് അവിടെ, അതെടുക്കുകയും ചെയ്യാം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അയ്യാഷ്, നിനക്ക് വേണ്ട പണം ഞാൻ തരാം, എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും നിനക്ക് തരാം. നീ ഈ ചതിയിൽപ്പെടരുത്, നീ കെണിയിൽപ്പെടരുത്. പക്ഷേ അയ്യാഷിൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു, അതിനത്ര മാത്രമേ ബലമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയേ പറ്റൂ എന്ന് ശഠിച്ചു. അദ്ദേഹം പോകാനൊരുങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ നീ എൻ്റെ വാഹനവുമായി പോകുക, നിനക്ക് ഞാൻ എൻ്റെ വാഹനം തരാം. വഴിയിൽ എന്തെങ്കിലും സന്ദേഹം തോന്നുകയാണ് എങ്കിൽ, ഇവർ നിന്നെ എങ്ങനെയെങ്കിലും ചതിക്കാൻ പോകുന്നു എന്ന് നിനക്ക് തോന്നുകയാണ് എങ്കിൽ, നീ ഈ വാഹനത്തിൽ വളരെ പെട്ടെന്ന് തിരിച്ചു പോന്നാൽ മതി. അയ്യാഷ് സമ്മതിച്ചു. അങ്ങനെ അവർ പോയി. കുറേ അങ്ങോട്ടെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അബൂജഹൽ തൻ്റെ ചതി പുറത്തെടുത്തു. അദ്ദേഹം പറഞ്ഞു, അയ്യാഷ്, എൻ്റെ വാഹനത്തിന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു, എൻ്റെ കുതിരയ്ക്ക് നല്ല സുഖമില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനും കൂടി നിൻ്റെ വാഹനത്തിൽ കയറിയാലോ? ശരി, അങ്ങനെയാവാം. അയ്യാഷ് സമ്മതിച്ചു. ആ വാഹനത്തിലേക്ക് അബൂജഹൽ കയറിയതും അയ്യാഷിനെ പിന്നിൽ നിന്ന് ബലമായി പിടികൂടിയതും ഒപ്പമായിരുന്നു. എന്നിട്ട് അയ്യാഷിൻ്റെ കയ്യും കാലും അവർ കൂട്ടിക്കെട്ടി. എന്നിട്ട് കുതിരപ്പുറത്തേക്കിട്ടു. കുതിരയെ പായിച്ച് നേരെ പരിശുദ്ധ ഹറമിലേക്കെത്തി. അവിടെ വലിയ ജനക്കൂട്ടം നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വലിയ പുരുഷാരം തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് അബൂജഹൽ പറഞ്ഞു, യാ അഹ്ല മക്ക, നിങ്ങളുടെ കൂട്ടക്കാരിലുമില്ലേ ഇവനെപ്പോലുള്ള വിഡ്ഢികൾ? എല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിച്ച് ഒരേ ഒരു ദൈവം മാത്രമാക്കണമെന്ന് പറയുന്നവർ, മുഹമ്മദിനെ പിന്തുടരുന്നവർ. ഫഫ്അലു ബിസുഫഹാഇക്കും കമാ ഫഅൽനാ ബി സഫീഹിന ഹാദ, ഞങ്ങളിലെ ഈ വിഡ്ഢിയെ ഇങ്ങനെ ചെയ്തതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിലെ വിഡ്ഢികളെ ഇങ്ങനെ ചെയ്യണമെന്ന്. മഹാനായ അയ്യാഷ് ബിൻ അബി റബീഅ റളിയല്ലാഹു അൻഹു മുസ്തദഅഫീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. വിശ്വാസത്തെ മാറോടടക്കിപ്പിടിച്ച് മഹാനായ നബിയോടൊപ്പം മദീനയിലേക്ക് പോകാൻ കഴിയാതെ വന്ന പാവപ്പെട്ട സഹാബിമാരിൽ ഒരാൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും അവരുടെ കുടുംബങ്ങളും അല്ലാത്ത മറ്റെല്ലാവരും ഇതിനകം യഥരിബിലെത്തിക്കഴിഞ്ഞു. ആ സമയത്ത് മക്കായിലെ ഖുറൈശികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭീതിയും വെപ്രാളവും ഉണ്ടായി. എന്താണെന്നറിയാമോ? അവരറിയാതെ ഫലത്തിൽ മുസ്ലിമീങ്ങൾ ഏറിയ പങ്കും നാട് വിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണത്. ഇനി ഏതാനും പേര് മാത്രമേ ഉള്ളൂ. അവരിൽ ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏത് നിമിഷവും പോകാൻ തയ്യാറാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ വന്ന് ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴും, നബിയെ, ഞാൻ എൻ്റെ വാഹനങ്ങളൊക്കെ തയ്യാറാണ്, എൻ്റെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്,
ഞാൻ പുറപ്പെട്ടു കൊള്ളട്ടെ എന്ന് നബിയോട് ചോദിച്ചതാണ്. പക്ഷേ നബി പറഞ്ഞു, നിങ്ങൾക്ക് പുറപ്പെടാൻ സമയമായിട്ടില്ല, അതിന് അനുവാദം എത്തിയിട്ടില്ല. ആ അനുവാദം കാത്തു നിൽക്കുകയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും ഏറ്റവും വലിയ വെപ്രാളത്തിന് വിധേയരായ മക്കായിലെ ഖുറൈശികൾ ഇനി വലിയ തീരുമാനങ്ങളിലേക്ക് പോകാതെ കഴിയില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു. ഉടനെ അവർ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.